Auditorium, 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 auditorium. Bismillah walhamdulillah wassalatu wassalamu ala ashrafil makhluqin wa ala alihi wa sahbihi ajma'in. Amma ba'd. ആദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ കൂട്ടുകാരെ, ആഡ്സോറിയത്തിന്റെ ഈ പ്രൗഢഗംഭീര വേദിയിൽ ബദർ യുദ്ധത്തിലെ ഏതാനും ചില അനർഘ നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അഹദത്തിലെ അലിഫ് അലിഫിലമഗമിയം അലിഫക്ഷരം പൊരുൾ ബിസ്മില്ലാഹ് അരിമക്കലെ കുതുബനുദിനം ഖുർആനിൽ അളകുറ്റല കുരി ബിസ്മില്ലാഹ് അളകുറ്റല കുരി ബിസ്മില്ലാഹ് അഹദത്തിലെ അലിഫ് അലിഫിലമഗമിയം അലിഫക്ഷരം പൊരുൾ ബിസ്മില്ലാഹ് അരിമക്കലെ കുതുബനുദിനം ഖുർആനിൽ അളകുറ്റല കുരി ബിസ്മില്ലാഹ് അളകുറ്റല കുരി ബിസ്മില്ലാഹ് ഖുർആൻ പൊരുൾ മുളതടകിന ബിരിശ കടൽ ഫതി ബിസ്മില്ലാഹ് ബദർ ആഫട കൊടു കവിനുവൽ വദിൻ മുതൽ പരിബതബ്തദി ബിസ്മില്ലാഹ് പരിബതബ്തദി ബിസ്മില്ലാഹ് അഹദത്തിലെ അലിഫ് അലിഫിലമഗമിയം അലിഫക്ഷരം പൊരുൾ ബിസ്മില്ലാഹ് അരിമക്കലെ കുതുബനുദിനം ഖുർആനിൽ അളകുറ്റല കുരി ബിസ്മില്ലാഹ് അളകുറ്റല കുരി ബിസ്മില്ലാഹ്. ഖസ്വതുൽ ബദർ, യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ചറിഞ്ഞ ദിനം. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗോജ്വലതയുടെയും ഇതിഹാസ ചരിത്രം. മദീനയിലെത്തിയിട്ടും നബിതങ്ങളെയും സ്വഹാബത്തിനെയും ഖുറൈശികൾ വെറുതെ വിട്ടില്ല, ക്രോശിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളുടെ സമ്പത്ത് കവർച്ച ചെയ്ത് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നുണ്ടെന്നറിഞ്ഞ നബിയും സ്വഹാബത്തും അവരെ തടയാൻ വേണ്ടി പദ്ധതിയിട്ടു. പക്ഷേ അവർ രക്ഷപ്പെട്ടു. വരുന്ന വഴിയിലും അവർ വഴിമാറി രക്ഷപ്പെട്ടു. അങ്ങനെ നബിയും സ്വഹാബത്തും അവരെയും സംഘത്തിനെയും യമപൂരിലേക്ക് അയക്കണമെന്ന് ദൃഷ്ടാടത്തോടെ അബൂജഹലും സംഘവും മക്കയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. നബിതങ്ങൾക്കെതിരെയും സ്വഹാബത്തിനെതിരെയും യുദ്ധത്തിന് വേണ്ടിയാണ് അവർ ഒരുങ്ങുന്നത്. അങ്ങനെ അവർ ബദറിലെത്തി. ബദറിൽ പൊടിപാറി. ബദറിൽ കെടുകങ്ങളും വാളുകളും തമ്മിലുരസി. അട്ടഹാസങ്ങളും ആർമാദങ്ങളും ഉയർന്നു കഴിഞ്ഞു. യുദ്ധക്കളം സജ്ജായമണിഞ്ഞു. മുസ്ലിങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഖുറൈശികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? അണി അണി വരവരും വാരി വാരി നിർനിർജം തത്രപിത്ത് ദുഷ്ടനരക്കപ്പെട്ട ശിവഗുരുഗവേ തത്തിത്തി കത്തി മുതിർത്തി ചുറ്റിയുടെ ദൂരകളും അണി അണി വരവർ വരി വരി നിർനർജന്തം തത്രപിത്ത് ദുഷ്ടനരക്കപ്പെട്ട ശിവഗുരുഗവേ. ഖുറൈശികളുടെ പ്രമുഖർ ഓരോന്നോരായി നിരംപതിക്കുകയാണ്. അബൂജഹലിന്റെ മനസ്സിൽ ഭീതിയുടെ അഗ്നിയായി. തന്റെ ദൈവങ്ങളായ ലാത്തയെയും മുസ്സയെയും മനാത്തയെയും ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവരെല്ലാവരും നേതൃത്വം നേരം ഒന്നടങ്കം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അസ്വദും വലീദുമെല്ലാം നേരത്തെ ധന്യയുദ്ധത്തിൽ പരലോകം പ്രാപിച്ചവരാണ്. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് നേരെ എതിരിടുകയാണ്. ആ സമയത്ത് അതിനു മുമ്പ് തന്നെ അബൂജഹൽ അതാ നാമാവശേഷമായി ഇരിക്കുകയാണ്. മീകായിൽ അലൈഹിസ്സലാമിന്റെ പ്രഹരമേറ്റ് അബൂജഹലെ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്.
അബൂജഹലിന്റെ പതനത്തോടുകൂടെ ഖുറൈശികളിൽ നിന്നും വലിയൊരു സംഘം പിന്തിരിഞ്ഞോടുകയാണ്. ഇസ്ലാം വിജയത്തിന്റെ വെള്ളിക്കൊടി നാട്ടി. അങ്ങനെ ആരെയോ ഇബ്നു മസ്ഊദ് തങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. ആ ശ്മശാന മൂകിതയിൽ ആ ജഡങ്ങൾ മാത്രമുള്ള അവിടെ ഇബ്നു മസ്ഊദ് തങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ആരായിരിക്കും ഇബ്നു മസ്ഊദ് തങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ടാവുക? നബികൾ റസൂലോർക്കും നായകൻ ഖാതിമനെ നബി തങ്ങൾ അസ്ഹാബിമാരിലല്ല നായി അബൂജാഹിലങ്കേ കിബ്രൻ പടകൾ തന്നിൽ മഖ്തുൽ കിടക്കുന്ന ഹറബായി പോയണ്ടും കേട്ട് മഹാദിയണ്ടൂർ ചെന്നാൽ കവിടട കണ്ടു ഞാൻ കലകങ്ങൾ കുശിക്കുന്ന വാർത്ത കൂറി കഥ കേട്ടെല്ലാം സൈറായപ്പോൾ കഥ കേട്ടെല്ലാം സൈറായപ്പോൾ. ആരെയായിരിക്കും ഇബ്നു മസ്ഊദ് തങ്ങൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്നത്? സാക്ഷാൽ അബൂജഹലിനെ തന്നെ. കൊറിയ മനുഷ്യനായ ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിന്റെ നെഞ്ചിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പലതും പറയുകയാണ്. അവർ തമ്മിൽ വാക്കുകൾ നടക്കുകയാണ്. പ്രതിഹേറ്റ് വീണിട്ടും ബോധം പോവാനായിട്ടും മരിക്കാനായിട്ടും ഹുങ്കോടുകൂടെ അബൂജഹലിന് പലതും പറയാനുണ്ടായിരുന്നു. മറിച്ച് ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് പലതും ചെയ്യാനും ഉണ്ടായിരുന്നു. എന്തായിരിക്കും അബൂജഹലിന് പറയാനുണ്ടാവുക? കേളടാ കേളടാ അബൂജാഹിലെ കേളടാ കൊടിയ കേട കേളട ചടയ മുട കേളടാ കേളടാ അബൂജാഹിലെ കേളടാ കൊടിയ കേട കേളട ചടയ മുട കേളടാ തുടി തുടിക്കും ചകയ കടുകടുക്കും പകയ തുടി തുടിക്കും ചകയ പടപടക്കും പകയ ജഹലെ കേളടാ കേളടാ അബൂജാഹിലെ കേളടാ കൊടിയ കേട കേളടാ ചടയ മുട കേളടാ ചളി ചകത്തെ പോലെ മാളി കിടപ്പവന് ചളും യാതു അല്ല നാളും യാജസകള തളി കിടപ്പിലുടൻ കീടെ മടർത്തിടുമ്പോൾ തളി കിടർത്തിടുമ്പോൾ ഏളം ആ കടുകടുവ കേളടാ കേളട അബൂജാഹിലെ കേളടാ കൊടിയ കേട കേളടാ ചടയ മുട കേളടാ കേളടാ അബൂജാഹിലെ കേളടാ കൊടിയ കേട കേളടാ ചടയ മുട കേളടാ. സ്വല്പം അഹങ്കാരത്തോടുകൂടെ അബൂജഹൽ പറയാൻ തുടങ്ങി, എന്റെ കഴുത്തെ നീ നീട്ടിമുറിക്കണം. ഇത് കേട്ടപാടെ ഇബ്നു മസ്ഊദ് തങ്ങൾ തന്റെ ഉറയിൽ നിന്നും വാളൂരി അബൂജഹലിന് നേരെ നീട്ടുകയാണ്. ആ സമയത്ത് അബൂജഹൽ പറയുകയാണ്, എന്റെ ഉറയിലുണ്ട് ഇതിലേറെ മൂർച്ചയേറിയ വാള്, അതെടുത്ത് നീ കൈകാര്യം ചെയ്യണം. ഒട്ടും താമസിച്ചില്ല ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിന്റെ ഉറയിൽ നിന്നും വാളൂരി അബൂജഹലിന്റെ കഴുത്തങ്ങ് നീട്ടിമുറിക്കുകയാണ്. അബൂജഹലെയും മരണവെപ്രാളത്തിൽ പെടുന്നു. ഭീമന്റെ ചെവിയിൽ തുളയിട്ടുകൊണ്ട് ആ തലയുമായി ഇലാ ഹദ്റത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടുകൊണ്ടിരുന്ന നബിയും സ്വഹാബത്തും മർഹബ ചൊല്ലി സ്വീകരിച്ചു. നബി തങ്ങൾ സുജൂദിലേക്ക് നമ്പർ ശിരസ്കനായി ഹാനേ ആദുവാകൾ കരശൻ റസാ ഹർതേ ഇബ്നു മസ്ഊദ് ഹംസാ ആനേ ആദുവാകൾ കരശൻ റസാ ഹർതേ ഇബ്നു മസ്ഊദ് ഹംസാ ചേനാ കാളം വേട്ട നവർ നടന്താ സിംഹനബിയോര് തിരുമുമ്പന്താ ഒരാൾ ശോജത്തെ പവർ സ്വഹാബ ഓർത്തിടോരെല്ലാം വരും മർഹബ ഉള്ള ഹസത്തിൽ നബിയർ മുന്നിൽ മുന്തി പെരിയോനിൽ സുജൂദ് ചെയ്ത് ആനേ ആതുവകൾ കരശൻ റസാ
അർത്തെ ഇബ്നു മസ്ഊദ് എടുത്ത ഹംസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് തങ്ങൾ വിളിച്ചു, ഹാദാ ബിദാക, ഇത് അതിന് പകരമാണ്. അന്ന് കാബാലയത്തിൽ വെച്ച് സത്യദീൻ പറഞ്ഞതിന് വേണ്ടി അബൂജഹലിന്റെ കർണപടം അടിച്ചു പൊട്ടിച്ചില്ലേ, അതിനെ സുന്ദരമായി പകരം ചോദിച്ചിരിക്കുന്നു ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് തങ്ങൾ ഇത് കേട്ടപാടെ സന്തോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഫിർഔൻ എന്നറിയപ്പെട്ട അബൂജഹലിന്റെ മേൽവിലാസം ചരിത്രത്തിൽ നിന്നും തമസ്കരിക്കപ്പെടുകയാണ്. അന്ന് തിരശീല വീഴുകയാണ്. സുഹൃത്തുക്കളെ, ബദർ ഒരിക്കലും ഒരു യുദ്ധമായിരുന്നില്ല, മറിച്ച് ഒരു പ്രതിരോധമായിരുന്നു എന്ന സന്ദേശം നിങ്ങൾക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്കിനെ ഉപസംഹരിക്കുന്നു. ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.